ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം BA -6 ആയ സൈക്കോളജിയാണ്. കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്നത് സൈക്കോളജി ഇൻ സൊസൈറ്റി. അതിൽ മൊഡ്യൂൾ 1 ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ബേസിക്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പറയണതെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത് വാട്ട് ഈസ് സോഷ്യൽ സൈക്കോളജി, ഡെഫിനിഷൻ ആൻഡ് നേച്ചർ, സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നത് അപ്ലൈയിങ് സോഷ്യൽ സൈക്കോളജി ടു എഡ്യൂക്കേഷൻ, ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഇൻട്രാക്ഷൻ, ഇംപ്രൂവിങ് സ്റ്റുഡൻസ് പെർഫോമൻസ്. ആൻഡ് തേർഡ് യൂണിറ്റിൽ പറയുന്നത് അപ്ലൈയിങ് സോഷ്യൽ സൈക്കോളജി ടു ഹെൽത്ത്, പ്രൊമോട്ടിങ് ഹെൽത്ത്, പ്രിവെൻറ്റിങ് ഇൽനെസ് ആൻഡ് ചേഞ്ചിങ് ദ ഹെൽത്ത് ബിഹേവിയർ. ഇനി നമുക്ക് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. മനുഷ്യരുടെ ചിന്ത, വികാരം, പെരുമാറ്റം എന്നിവയെ കുറിച്ചൊരു ശാസ്ത്രീയമായ പഠനമാണ് സോഷ്യൽ സൈക്കോളജി നടത്തുന്നത്. അഥവാ ഒരാളെങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് അയാളങ്ങനെ പ്രവർത്തിക്കുന്നു, അയാളുടെ വികാരങ്ങൾ, ചിന്തകൾ എന്നിവയൊക്കെ ശാസ്ത്രീയമായി പഠിക്കുന്നതാണ് സോഷ്യൽ സൈക്കോളജി ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് നോക്കാം. ഒന്നാമത്തെ പറഞ്ഞത് ബാരൻ, ബ്രാൻസ്കോംബ് ആൻഡ് ബേൺ ആണ്. 2012 പറഞ്ഞത് സോഷ്യൽ സൈക്കോളജി സാമൂഹിക സാഹചര്യങ്ങളിൽ വ്യക്തിയുടെ ചിന്ത, വികാരം, പെരുമാറ്റം എന്നിവയുടെ സ്വഭാവവും കാരണങ്ങളും അന്വേഷിക്കുന്ന ശാസ്ത്രീയമായ പഠനമാണ്. അതായത് ഒരാൾ എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചു എന്നതിൻ്റെ ഒരു കാരണം കണ്ടെത്തലാണ് സോഷ്യൽ സൈക്കോളജി എന്നാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഡെഫിനിഷനാണ് നോക്കാനുള്ളത്. അത് ഡേവിഡ് മാലസ് ആണ് പറഞ്ഞത്, 2010. സോഷ്യൽ സൈക്കോളജി മനുഷ്യർ തമ്മിൽ എങ്ങനെ ചിന്തിക്കുന്നു, പരസ്പരം എങ്ങനെ സ്വാധീനിക്കുന്നു, എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതിനെ കുറിച്ചൊരു ശാസ്ത്രീയമായ പഠനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി പഠിക്കാം. സോഷ്യൽ സൈക്കോളജി എന്നത് ശാസ്ത്രീയമായി ആരംഭിച്ചത് മനുഷ്യരുടെ ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ അളക്കാൻ ശാസ്ത്രജ്ഞന്മാർ ആരംഭിച്ചപ്പോഴാണ്. 1900 മുമ്പ് ഗ്രൂപ്പ് പെരുമാറ്റത്തെക്കുറിച്ച് ആദ്യ സോഷ്യൽ സൈക്കോളജി പരീക്ഷണങ്ങൾ നടന്നിരുന്നു. 1908 ആദ്യ സോഷ്യൽ സൈക്കോളജി ടെക്സ്റ്റ് ബുക്കുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. 1940-50കളിൽ കർട്ട് ലെവിൻ ആൻഡ് ലിയോൺ ഫെസ്റ്റിംഗർ എന്നിവർ പെരുമാറ്റ പഠനത്തിലെ പരീക്ഷണാത്മകമായ രീതികൾ മെച്ചപ്പെടുത്തി. ഇതിലൂടെ സോഷ്യൽ സൈക്കോളജി ശാസ്ത്രീയ ശാഖയായി രൂപം കൊണ്ടു. കർട്ട് ലെവിൻ ആണ് ദ ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ പലതും ആദ്യമായി വികസിപ്പിച്ചത് ഡൈനാമിക് ഇൻട്രാക്ഷൻസ് പഠനത്തിൽ കേന്ദ്രീകരിച്ചാണ്. കർട്ട് ലെവിൻ്റെ അഭിപ്രായത്തിൽ ഒരാളുടെ സിറ്റുവേഷനും അയാളുടെ വ്യക്തിഗത സവിശേഷതകളും പരസ്പരം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അയാളുടെ പെരുമാറ്റം കാണപ്പെടുന്നത്. അതായത് ഒരാൾ എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കുന്നത് അയാളുടെ സാഹചര്യവും വ്യക്തിഗത സവിശേഷതയുമാണ് എന്നാണ് കർട്ട് ലെവിൻ അഭിപ്രായപ്പെടുന്നത്.